ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ അമ്മയുടെ വീട് ഉദ്ഘാടനമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ടത് നമ്മൾ കൊണ്ടുപോകാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കേട്ടോ. ആരാണ് അമ്മ എന്ന് കാണണ്ടേ? നമ്മുടെ സ്വന്തം അച്ചമ്മ തന്നെയാണ്. ആളെ ഒന്ന് സുന്ദരി കുട്ടപ്പിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ. ഭയങ്കര നാണമായിരുന്നു. പിന്നെ ഇതേ ഞാനൊന്ന് ഓലോ എടുത്തിട്ട് വീട് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് 2 റക്അത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് കാണണ്ടേ? ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടും അമ്മ ഒരു ഹിന്ദു ആയതുകൊണ്ടും ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ രീതിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല കേട്ടോ. ഒരാളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവരുടെ എല്ലാം മാനിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തെയും മാനിച്ചുകൊണ്ട് അവരതേ രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അമ്മനെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് തൊഴുത്ത്, അവിടെ കണ്ടവർക്കൊന്നും അമ്മനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആളാകെ മാറിപ്പോയിരിക്കല്ലേ. കുറേ നേരം അവിടെ നിന്ന് നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. രാമച്ചന് കുറിയൊക്കെ തൊട്ടെടുത്തു. പിന്നെ ഇതേ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. വനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. വനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലത് നീ